അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഛഠ് പൂജ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഛഠ് പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കേട്ടത്. ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു, ഓരോരുത്തർ വരെയും വിശേഷം പറയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഭയങ്കര സമയം പോയത് ഒന്നും കിട്ടിയില്ല, സമയം കിട്ടിയതേ ഇല്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നത്. നേരെ തന്നെ നമ്മൾ വകയായിട്ട് നമ്മൾ ബലൂണൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത്, പിന്നെ എല്ലാവരും ഫംഗ്ഷൻ വരെയില്ലേ ശങ്കുടൂനൊന്ന് വൃത്തിയാക്കി എടുക്കാം എന്ന് കരുതി നേരെ നമ്മൾ ബാർബർ ഷോപ്പിലോട്ടാണ് കേട്ടോ പോയത്. മോനും അച്ഛനും മാത്രമാണ് പോകാൻ വേണ്ടുന്നത്. മോള് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മോളും കൂടെ ടാറ്റ പറഞ്ഞതാ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എൻ്റെ ടേണായിരുന്നു. 2 കൈ നിറച്ച് മെഹന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മെഹന്തി ഇട്ടു. മെഹന്തി അങ്ങനെ ഇവിടെ ഏത് ഫംഗ്ഷൻ വന്നാലും മെഹന്തിയാണ് കേട്ടോ ഹൈലൈറ്റ്. മെഹന്തി വന്നിട്ട് അവർക്ക് മെഹന്തിയും വേണം, അൽത്തയും വേണം. അൽത്തയും മെഹന്തിയും ഒക്കെ നല്ല ചുമന്ന് വന്നാലേ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. ഇതാണ് കേട്ടോ ഛഠ് പൂജ ഇവിടെ വച്ചത്. ഇത് എനിക്ക് വന്നിട്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ കാണാനും അറിയാനും ഒക്കെ. ഇതിനടുത്ത് വെച്ച് തന്നെയാണ് പ്രസാദം ഉണ്ടാക്കുന്നത്. പ്രസാദം അന്നത്തെ ദിവസത്തെ പ്രസാദം തലേ ദിവസമായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസത്തെ പ്രസാദം ഇതാ വച്ചിരിക്കുന്ന ഈ റൊട്ടിയും പായസവുമാണ് കേട്ടോ അന്നത്തെ പ്രസാദം. മൈസൂർ പാക്ക് പോലെ ഇരിക്കുന്ന അതുമുണ്ട്. പിന്നെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സിന്ദൂരം ഇട്ടുതരും കേട്ടോ കല്യാണം കഴിഞ്ഞവർക്ക്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.